നമ്മുടെ വീട്ടിലെ കുളിമുറി എപ്പോഴും അത് വൃത്തിയായി കിടക്കണം. അത് നമ്മൾ മക്കളെപ്പോലെ നമ്മുടെ പിള്ളേരെ ചെറുപ്പത്തെ പറഞ്ഞ് പഠിപ്പിക്കണം. അതായത് പണ്ടേ പറയാറുണ്ട്, ഒരു വീട്ടിലെ കുളിമുറിയെ അടുക്കളയെ നോക്കിക്കഴിഞ്ഞാൽ അത് വൃത്തി അറിയാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അവരിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ച് ചെന്നാലും അവിടെ അതൊരു ശീലമായിരിക്കും. കാരണം ആൺകുട്ടികളോടാണെങ്കിൽ ഇത് ക്ലോസറ്റ് ഇങ്ങനെ സീക്കാറും ഇട്ടിട്ട് ഒരിക്കലും മൂത്രമൊഴിക്കരുത്, മൂത്രമൊഴിക്കുന്ന സമയത്ത് ചെയ്യുന്നവരാണ്. അത് മുക്കി വെച്ച് ഒഴിക്കാവൂ. ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലായി അത് കഴുകാൻ നിൽക്കില്ല, അങ്ങ് പോവുകയേ ഉള്ളൂ. ക്ലോസറ്റിൽ ഒഴിക്കുകയായിരിക്കും, ഫ്ലഷ് അടിക്കുകയായിരിക്കും. അത് അടുത്തിരിക്കുന്ന വേറെ പിന്നെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അതിൻ്റെ മുകളിൽ അത് നമ്മൾ അവിടെ അല്ല, മുനിസിപ്പാലിറ്റി ചെന്നാൽ പോലും ഒരു കടത്തിൽ പോയാൽ പോലും അങ്ങനെ ചെയ്യണം. മറ്റുള്ളവർക്ക് അതിൽ ഗുണമായിരിക്കും അത് ചെയ്യുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ദിവസവും നമ്മൾ കുളിമുറിയിൽ കുളിക്കുമ്പോൾ ആ സമയത്തൊന്ന് ക്ലോസറ്റ് ഒന്ന് കഴുകി ഇടുക. ഇത് ക്ലോസറ്റ് പരിശോധിച്ച് ഒന്ന് കഴുകി എല്ലാ ദിവസവും കഴുകുമ്പോഴേക്ക് അധികം വൃത്തിയാക്കേണ്ട കാര്യമില്ല. അതുതന്നെ അതിൻ്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ ആ ലിക്വിഡ് ഒന്ന് ഒഴിച്ച് ഒന്ന് വൃത്തിയാക്കി ഇടുക. ഇതാകുമ്പോഴത്തേക്ക് അവർ പിള്ളേരാണെങ്കിൽ വിവാഹം ചെയ്യുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ വേലക്കാർ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് അവരോട് പറഞ്ഞാൽ നിങ്ങൾ കക്കൂസ് വേണമെന്നല്ല വന്നത്, ഞങ്ങൾ അടുക്കളത്തെ പണിക്കും അല്ലെങ്കിൽ വേറെ പഠിക്കാൻ വരുന്നത് എന്ന് പറയും. ഹോം നേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ ചെയ്യാറില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഒന്ന് പഠിപ്പിക്കുക. ആ പിള്ളേരാണെങ്കിലും പഠിക്കുന്നത് നല്ലതാണ്. എപ്പോഴാണെങ്കിലും അവരുടെ വീട്ടിൽ ചെന്നാലും വീണ്ടും ചെയ്യാം. പിന്നെ താഴെ ആണെങ്കിലും താഴെ എണ്ണമയവും സോപ്പും വീണ് കഴിഞ്ഞ് പഠിക്കൽ വരാം. അപ്പോൾ അത് പ്രായത്തിലുള്ള പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് കാലുകൊണ്ട് ഒന്ന് കഴുകി, അവിടെ പ്രശ്നമില്ലെങ്കിൽ കാലുകൊണ്ട് തന്നെ ഒന്ന് കഴുകി ഇതാക്കിയിട്ട് അതിൻ്റെ ഓവൻ്റെ അങ്ങോട്ടേക്ക് നമ്മുടെ ദിവസം ഒന്ന് ചെയ്താൽ നല്ല വൃത്തിയായി കിടക്കും എന്ന് പ്രത്യേകം ഓർക്കുക എന്ന് ഓർമ്മയെത്തി.